രാജീവ് ഗാന്ധി മരിച്ചതിന് ശേഷം അടൽ ബിഹാരി വാജ്പേയി കരൺ താപ്പർ നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കാനുള്ള കാരണം രാജീവ് ഗാന്ധിയാണ്. 1988 ആ സംഭവം. വാജ്പേയി വൃക്ക പ്രശ്നവുമായി മല്ലിടുന്ന സമയം രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നു. വാജ്പേയിക്ക് വൃക്ക തകരാറുണ്ടെന്നും വിദേശ ചികിത്സ ആവശ്യമാണെന്നും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് പോകാൻ കഴിയുന്നില്ലെന്നും അദ്ദേഹം എങ്ങനെയോ മനസ്സിലാക്കി. ഒരു ദിവസം അദ്ദേഹം വാജ്പേയിയെ വിളിച്ചു. ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള ഇന്ത്യയുടെ പ്രതിനിധി സംഘത്തിൽ വാജ്പേയിയെ ഉൾപ്പെടുത്താൻ പോവുകയാണെന്ന് പറഞ്ഞു. ആ അവസരം ആവശ്യമായ ചികിത്സ ലഭിക്കാൻ ഉപയോഗിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജീവ് ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം വാജ്പേയി ആ പ്രതിനിധി സംഘത്തിൽ ന്യൂയോർക്കിലേക്ക് പോയി. അതിനിടയിൽ അദ്ദേഹം ചികിത്സയ്ക്ക് വേണ്ട എല്ലാ ചെലവും സർക്കാർ വഹിച്ചു എന്നുള്ളതാണ് വാജ്പേയി വെളിപ്പെടുത്തുന്നത്. രാഷ്ട്രീയം മാറ്റിവെച്ചാണ് രാജീവ് ഗാന്ധി പല കാര്യങ്ങളിലും പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളത് ഏറ്റവും വലിയ ഉദാഹരണമാണ് വാജ്പേയിയോട് കാണിച്ച ആ സൗമനസ്യവും സഹിഷ്ണുതയും. അതങ്ങനെ ആകണം എന്നല്ലേ നമ്മൾ കരുതുക. ജനാധിപത്യത്തിൽ ആശയങ്ങൾ പലതുണ്ടാകാം, ആശയങ്ങളുടെ സംഘർഷം ഉണ്ടാകാം. പക്ഷേ ആത്യന്തികമായി മനുഷ്യ സ്നേഹത്തിൽ ഊന്നിയാകണം എല്ലാ പൊതുപ്രവർത്തകരും പ്രവർത്തിക്കേണ്ടത്. ഏതെങ്കിലും ഒരു അപകട സമയം ഉണ്ടാകുമ്പോൾ ആ അപകട സമയത്ത് അത്യാവശ്യം അറിഞ്ഞ് പെരുമാറുക. ചാണ്ടി ഉമ്മൻ ഒരു കാര്യം വെളിപ്പെടുത്തിയിരുന്നല്ലോ. ഉമ്മൻചാണ്ടിക്ക് അവസാന കാലയളവിൽ ചില സഹായങ്ങൾ ആവശ്യം വന്നപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് എത്തിച്ചു കൊടുത്തിരുന്നു എന്ന്. തീർച്ചയായിട്ടും പരസ്പര ആദരവും ബഹുമാനവും എപ്പോഴും വേണം എന്ന് മാത്രമല്ല, പരസ്പര സ്നേഹത്തിലൂന്നിയാകണം പൊതുപ്രവർത്തനം മുന്നോട്ട് പോവുക.